എന്തോ പേരാണ് ഇത്? ये सिर्फ नाम नहीं, ब्रांड है, ब्रांड। Come on, let's go. Let's go. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണാനാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ സെറ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന അടിപൊളി ക്ലിക്കാറ്റ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഗേസ്. നമുക്ക് ക്ലാഷ് കോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ്, അപ്പൂസ് ഗെയിമിംഗാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് പവറാക്കി തരിക ഗേസ്. പിന്നെ ഒരു കാര്യം, നമ്മൾ നോബ് പ്രാങ്ക് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ബോട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോബ് പ്രാങ്ക് ചെയ്യാൻ പോകണം. മൂന്നാൾ വിട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ ആൾ വിട്ട് പിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ യെസ്, അപ്പോൾ നമ്മൾ റെഡി എടുത്ത് സ്റ്റാർട്ടായിട്ടുണ്ട് കേസ്. ഓക്കെ, സ്റ്റാർട്ടിനകത്ത് നെറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ ഒന്ന് സബ് ചെയ്ത് ഫ്രീ ഫയർ ഇഷ്ടമുള്ള പ്ലേസിനൊന്ന് ഷെയർ ചെയ്ത് സബ് ചെയ്യുക. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് പ്രാങ്ക് ചെയ്യാനാണ് കേസ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ട് ഓടുന്ന പോലെയാണ് നമ്മൾ ഓടേണ്ടത്. നമ്മൾ ബോട്ട് ഓടുന്ന പോലെയാണ് ഓടുന്നത് കേസ്. ഓക്കെ, നമ്മൾ ബോട്ട് ഓടുന്ന പോലെ ഓടുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ യവന്മാർ ചെയ്യുന്നത് പോലെ നല്ല ബംഗാളികളാണ്. ഓക്കെ, നമ്മൾ കളിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. സൈഡിലേക്ക് നോക്കുന്നുണ്ട്. അവൻ നമ്മളെ ഇങ്ങോട്ട് അവൻ ഇടിക്കിട്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് വന്ന് ബാക്കിയുള്ളവരെ സപ്പോർട്ട് കൊടുക്കാൻ ഫുള്ള് ബംഗാളിയാണ്. നമ്മൾ ബംഗാളികളെ പറ്റിക്കാൻ നോക്കാം, പക്ഷേ ബംഗാളികളല്ല, നല്ല ബംഗാളികളാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ടീമിൽ ഒരുത്തനുണ്ട്. അവൻ പരമാവധി കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒരുത്തനെ അടിച്ചിട്ട് അപ്പം കുറച്ച് ഡാമേജേ ഉള്ളു. ബ്രോ ഒന്ന് കില്ല് കുമ്മക്കാർക്ക് പൈസ നല്ല വല്ല കില്ലെടുത്താൽ മെഡിക്കറ്റ് സൈഡിൽ കൂടി ഓടി വന്നപ്പോഴേ ഇത് സൈഡിൽ നിന്ന് വന്ന ആ ടീം അടിയെടുത്ത് ലവർ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. പെണ്ണാണോ നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കിടന്ന് നീങ്ങണം. ബംഗാളികളെ എത്രത്തോളം ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റും നമ്മൾ അത്രത്തോളം ബംഗാളികളെ ബുദ്ധിമുട്ടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ബോട്ട് ഓടുന്നതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഓടുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി റഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം സൈഡിൽ കൂടി അപ്പം എനിമിനെ കണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ടീമേറ്റിന് നമ്മളെ അടിച്ചിട്ടാണ് ഒറ്റ ടീമേറ്റിനെ അടിച്ചിട്ട് ലാസ്റ്റ് ഇനി ഒരുത്തിനും കൂടി ഉണ്ട്. നമ്മൾ ഒറ്റ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞെക്കി പെട്ടെന്ന് ചേർത്ത് ടീമേറ്റിൻ്റെ അവരൊരു ടീമേറ്റ് കയറിയെന്ന് കേസത്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഏറ്റവും ടോപ്പ് മണ്ടയിലോട്ട് കയറി പോവുകയാണ്. എങ്ങനെ കളിക്കുന്ന അറിയാൻ പറ്റില്ല. അവൻ ലൂട്ട് കവർ ചെയ്ത് സൈഡിൽ കൂടി ബംഗാളി ഒരുത്തിനെങ്കിലും അടിച്ചിട്ടാൽ അപ്പോൾ ഒരു നല്ല ഡാമേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരുത്തൻ സൈഡിൽ നിന്ന് ഒരുത്തൻ നല്ല ഡാമേജ് ചെയ്യുന്നു. സൈഡിൽ നിന്ന് ആ കില്ലങ്ങ് വീണ് ശേഷം നമ്മൾ ബംഗാളി ബായ്. ഓക്കെ, അപ്പം ബംഗാളികളിൽ ചിലവർ നോക്കുന്നല്ല കേട്ടോ. അപ്പം അത് നല്ല ബാറ്റിങ് നല്ല പ്രഷർ കിട്ടി അവൻ വീണ്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഡിഫീറ്റ് നമ്മൾ കിട്ടി. അപ്പം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ബൂട്ട് ഡ്രസ്സാണ് എടുക്കുന്നത്. ഓക്കെ, M500 എടുത്ത് ഒരു വെസ്റ്റും ഹെൽമെറ്റും ഒരു ഗ്ലോവും 2 മഷ്റൂമും എടുത്തിട്ടുണ്ട്. ഗ്ലോ കിട്ടിയില്ല, ബഗ്ഗടിച്ച്. അപ്പം നമ്മുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ മര്യാദയ്ക്കും പ്രാങ്ക് ആവുന്ന വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല കണ്ണിലെ തീയൊക്കെ വണ്ടിയുടെ മേലിൽ കയറി കിടക്കാം. നമ്മൾ വണ്ടിയുടെ മേലിൽ കയറി കിടന്ന് പയ്യെ എന്തൊരു പ്രകൃതി ഭംഗിയാണ്. ഇത്രയും നാളത്തെ എൻ്റെ ഫ്രീ ഫയർ ഗെയിമിൻ്റെ അനുഭവം വെച്ചിട്ട് പബ്ജിയെക്കാട്ടി നല്ല ഗെയിമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഗെയിമിക്ക് നല്ല ഡാമേജ് കൊടുത്ത് ഉണ്ടാക്കിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ നടക്കുന്നില്ല. സ്കൂപ്പൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് എടുക്കാൻ വളരെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി എങ്ങനെയുണ്ട് ഒരു 216 രൂപ ഉണ്ടാക്കി. അപ്പോൾ രണ്ടാമത്തെ കൂടി കയ്യിലൊരു എനിമി ഉണ്ടായിരുന്നു. നമ്മളെ കില്ല് പോയി. എനിമീസ് അത് കണ്ടാണ് അപ്പം നമ്മളെ കില്ല് മൂന്നാമത്തെ റൗണ്ടും കിട്ടി. നമ്മളെ പെട്ടെന്ന് ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളെ അടുത്ത ടീമും ലവർ ബോയ്. ഓക്കെ,
അവനാണ് നമ്മുടെ ടീമിൻ്റെ ഒരേ ഒരു രക്ഷകൻ. സൈഡിൽ നിന്ന് അവൻ അടിച്ച് വീഴ്ത്തി ബാക്കിലാണെന്ന് തോന്നുന്നു അവനെ അടിക്കുന്നത്. നല്ല ഡാമേജ് വരുന്നുണ്ടാവും. കില്ല് ഫിനിഷ് ചെയ്യുമല്ലോ മാത്രമേ അവൻ ബാക്കിന് എന്നുണ്ടാവുന്നതാണ്. MP5 ലെവൽ 3 MP5 നല്ല ഡാമേജ് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് തൊട്ട് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുമെന്ന് അറിയില്ല. ഒരു ഡെസേർട്ടുകൾ, ഒരു വെസ്റ്റും മാക്സ്, അങ്ങനെ 2 മഷ്റൂം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ള് വണ്ടാക്കിയിട്ടുണ്ട്. കളിക്കാൻ പറ്റുമെന്ന് പക്ഷേ നമ്മൾ എത്രത്തോളം കളിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കളിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ബോട്ടോട് പിന്നെ അമർത്തുക. മൂന്നാമത്തെ റൗണ്ട് തൊട്ട് നമ്മൾ പിടിക്കേണ്ടതാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഫൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാമേജ് വരുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഷൂട്ടും അലോക്കിച്ച് പക്ഷേ അതിനുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ടീമേറ്റ് ചെയ്യണം. നമ്മുടെ ടീമിൻ്റെ ഇടുന്നില്ല. 2 തോമസം കിട്ടി. 2 തോമസം വെച്ചിട്ട് നമ്മൾ നേരെ റഷ് ചെയ്ത് പോകാം. അത് നല്ല ഡാമേജ് വരുന്നുണ്ട്. നല്ല അടി നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ടീമേറ്റ് ആ കില്ല് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് എടുക്കും കയറി വന്ന് ഗ്രൂട്ട് കവർ ചെയ്ത് നമ്മളെ റിവൈവ് ചെയ്യാൻ റിവൈവ് അല്ല നമ്മുടെ ടീമേറ്റ് ഇത് നമ്മൾ കയറി നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈറ്റ് ചെയ്ത് നമ്മൾ റൗണ്ട് 1 നമ്മളങ്ങനെ വിജയിച്ച് ഗൈസ്. ഓക്കെ, ഇപ്പം ഇച്ചിരി ലാഗുണ്ട്. അത് കുഴപ്പമില്ല. ലാഗല്ല, റേഞ്ചില്ല. ഒക്കെ റേഞ്ച് പോയതാണ് നിങ്ങൾ കണ്ടു കാണാം. ഒക്കെ നമ്മൾ 2 തോമസിനായിട്ട് സൈഡിൽ കൂടി ഒരു ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ സൈഡിൽ കൂടി റഷ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ അതിൽ ഇനി നമ്മൾ ഹെൽപ്പപ്പിൻ്റെ ഇതിട്ടിട്ട് ഇതുവരെ എഴുപ്പാന്ന് വെച്ചപ്പോൾ ഇവിടെ വാതിലില്ല ഗൈസ്. നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് പരിപാടി ഒരു ഗ്ലൂട്ട് വരെ നമ്മളെ എനിമിയെ അടിച്ച് പ്ലക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് എല്ലാം കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നമ്മൾ മറ്റേ സാധനമായിട്ട് നമ്മളെ ഫിനിഷ് ചെയ്ത് ഗൈസ്. എന്താ അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഒരു ടീംമേറ്റിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു സ്പീഡ് ക്യാരക്ടർ ഇട്ട് നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് നല്ല പവർ കിട്ടും. വിജയിക്കാൻ പറ്റില്ല. 2 പേരും അടിച്ചിട്ട് നമ്മുടെ ടീമേറ്റ് എല്ലാം റിവ്യൂ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നല്ല മെഡിറ്റൊക്കെ അടിച്ച് നല്ലപോലെ പവറായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് എല്ലാം പവറാണ്. ഓക്കെ, നമ്മളെ ടീമേറ്റ് എല്ലാം നല്ലപോലെ കളിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ബോട്ട് കളി കളിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ റെക്കോർഡിങ് അതിൻ്റെ കൂടെ വോയിസും എല്ലാം ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ആകുമ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സബ് ചെയ്ത് പവറാക്കി തരും ഗൈസ്. ഓക്കെ, ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. ആരും വാച്ച് ചെയ്യാതെ പോകരുത് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തെടുക്കുന്നത് ഏത് എടുക്കുമെന്നൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഡെസേർട്ട് കൊടുത്ത് ഒരു M80 എടുത്ത് ഒരു ഹെൽമെറ്റും എടുത്ത് സെറ്റാക്കി നമ്മൾ 2 മഷ്റൂം എടുത്ത് സെറ്റായിട്ട് ഗൈസ്. ഓക്കെ, ഡെസേർട്ട് നമുക്ക് CS VR അറിയത്തില്ലെങ്കിലും പക്ഷേ റൂമിൽ നല്ലപോലെ M80 ഡെസേർട്ട് നമ്മൾ അതിനകത്ത് കയറ്റി അത് വേറെ പോക്കാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇമോട്ടാക്കിയിട്ട് പവറായിട്ട് നമ്മൾ റഷ് ചെയ്ത് കില്ലാണ് ഗൈസ്. ഓക്കെ, ഞാൻ കണ്ടോ മിനിമം ഒരു കില്ല് എടുത്തിട്ടുള്ളൂ. നമ്മൾ പരമാവധി കില്ലെടുക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ നമുക്കാണ് ഒരു തോമസം കണ്ടല്ലോ, ഒരു എനിമി ഇപ്പോൾ ഉണ്ട്. നമ്മൾ 2 കില്ലെടുത്ത് ഗൈസ്. ഓക്കെ, സോറി മറന്നുപോയി. 2 കില്ലെടുത്ത് ഇത് കാണിച്ചിട്ട് 2 അപ്പോൾ ഇതൊരു കറങ്ങി റഷ് ചെയ്തില്ലാണ് ഗൈസ്. ഓക്കെ, ഒരു തോമസം കിടക്കുന്നത് നമ്മൾ മറ്റേ മാറ്റണമെന്ന് മാറ്റില്ല. ഓക്കെ, നമ്മൾ നേരെ അടിച്ചിടിച്ച് ടീമേറ്റപ്പോഴേക്ക് നല്ല ഫൈറ്റ് എടുത്ത് ഒരുത്തൻ നമ്മുടെ ടീമേറ്റ് ഒരുത്തൻ വീണിട്ടുണ്ട് കേസ്. ഓക്കെ, ടീമേറ്റ് കൈ തട്ടി വന്നതാണ്. കുഴപ്പമില്ല. നമ്മൾ വെളിയിൽ കയറി ഫിനിഷ് ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ടീം തന്നെ ഫിനിഷ് ആയിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പം നമ്മളെ റൗണ്ട് നമ്മുടെ ടീമേറ്റ് ഫുള്ളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല കേസ്. ഓക്കെ, നമ്മൾ എവിടെ നമ്മളൊരു ബെസ്റ്റ് 4 ഇട്ടിട്ടുണ്ട്. മാത്രമേ നമ്മൾ ഈ കളി അമ്മമാർ 2-3 കളിയാണ് നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് മറ്റേ ലൂട്ട് പവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം റൗണ്ട് 3v3 നമ്മുടെ ടീമും അവരുടെ ടീമും 3v3 ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റാക്കി
തോംസൺ വേണോ എന്നൊരു ആദ്യം തോംസൺ ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എമ്മൈറ്റ് ഇട്ടിട്ട് പവറാക്കി അടുത്തിട്ട് പോകാൻ വേണം കേസ്. ഓക്കെ, അപ്പോൾ എനിമീടെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പേ എല്ലാവരും ഈ ചാനൽ സബ് ചെയ്യുക. വീഡിയോ നടത്തില്ല. അപ്പോൾ നമ്മൾ റഷ് ചെയ്ത് നോക്കിയിട്ട് എനിമി നമ്മുടെ സൈഡിൽ കൂടി വരുന്നു. നമ്മൾ ഇതെടുത്ത് നല്ലപോലെ കുത്തി ചെയ്ത് നോക്കുമ്പോൾ റാങ്ക് ചെയ്യാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. നിൽക്കുകയാണ് ഒരുത്തനടിച്ചിട്ട് 1v2 നിൽക്കുകയാണ്. ടീമിൻ്റെ കളി കൊടുക്കുന്നില്ല. കളി തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് പൊട്ടും. മാറ്റാൻ നല്ല ഡാമേജ് നമ്മളൊരു ടീമേറ്റ് അടിച്ചിട്ട്. അപ്പോൾ നമ്മളെ ടീമേറ്റ് മെഡിക്കറ്റ് അടിക്കുകയാണ്. നമ്മൾ ഇതൊക്കെ ലൈക്കൊക്കെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ടീമിൻ്റെ ഇതൊക്കെ നോക്കി പവറൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് അവനൊരു ബോംബ് എടുത്തിടാൻ നോക്കുന്നതുകൊണ്ട് നമ്മളെ ലവർ പോയി FF ലവർ പോയി ബോംബൊക്കെ എടുത്തിട്ട് അപ്പം അവൻ അപ്പോഴത്തേക്ക് ക്രോണോ ക്യാരക്ടറിൻ്റെ എബിലിറ്റി പണ്ടത്തെ ക്യാരക്ടറിന് അതിന് പവർ ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം ഓൾഡ് ഫ്രീ ഫയറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആ ടീമേറ്റിൻ്റെ തൊട്ട് അവൻ ഒരു ബോംബിട്ട് പിന്നെ ഫ്ലാഷ് ഇട്ട് അപ്പോഴത്തേക്ക് സോണെല്ലാം കയറി വരാൻ തുടങ്ങി. ഓക്കെ, സോണെല്ലാം കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈക്കും കൂടി ഇട്ടുകൊടുത്ത് പൈസ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ബഗ്ഗാണ്, എന്തോ ആണെന്നറിയത്തില്ല. അവരിൽ ഇട്ടുകൊടുത്ത് കളി ജയിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ വെച്ചിട്ട് നല്ല നമ്മളെ നോ പ്രാങ്ക് വിജയിച്ചിട്ടുണ്ട്. അപ്പം ടീമേറ്റ് ഒരു ഗ്ലൂ നമ്മൾ ടീമേറ്റിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് മാങ്ങിന് നല്ലടി അടിക്കുന്നത് കളി പൊട്ടി കേസ്. നമ്മുടെ നോ പ്രാങ്ക് ഇതോടെ ഫെയിലായി കേസ്. അപ്പം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ് ചെയ്യുക. അപ്പൂസ് ഗെയിമിംഗ് ആണ് പേര്. എല്ലാവർക്കും ഷെയർ ചെയ്യുക.